ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഞാനീ പറയുന്ന രണ്ട് ഫോട്ടോകൾ തന്നെ വീട്ടിൽ ശരിയായ സ്ഥാനത്ത് വെച്ചാൽ നമ്മളുടെ വീട്ടിലെ സമ്പാദ്യം ലക്ഷങ്ങളായി വർദ്ധിച്ചു വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ ഫോട്ടോ വയ്ക്കും, പക്ഷെ ഞാനീ പറയുന്ന രണ്ട് ഫോട്ടോകൾ ശരിയായ സ്ഥാനത്ത് വെച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സമ്പാദ്യം ലക്ഷങ്ങളായി വർദ്ധിച്ചു വരും എന്നുള്ളതാണ്. അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഏത് ഫോട്ടോകളാണ്, അത് എങ്ങനെയാണ് വെക്കേണ്ടത്. ഞാൻ ഈ പറയുന്ന കാര്യം, ഈ പറയുന്ന രീതി ആദ്യമായിട്ട് പറയുന്നതാണ്. ഈ ഫോട്ടോകളും ഈ ദേവതകളെ കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇന്നൊരു പ്രത്യേക രീതിയിൽ പ്രത്യേക സ്ഥാനത്ത് വെച്ച് ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ആ സ്ഥാനത്തിന്, നമ്മൾ ആ ഫോട്ടോ വെക്കുന്ന ആ സ്ഥാനത്തിന് ഒരു ഈശ്വരാധീനം ഉണ്ടാകുന്നത്. അത് ഏത് സ്ഥാനമാണ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യമാണ്. നിങ്ങൾ കേൾക്കുക, എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ അതിൻ്റെ സൗകര്യം പോലെ നിങ്ങൾ ചെയ്യുക. ഉറപ്പായിട്ടും ആ വീട്ടിലെ ആളുകളുടെ സമ്പാദ്യങ്ങൾ ലക്ഷങ്ങളായിട്ട് വർദ്ധിച്ചു വരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഒരുപാട് ജീവിതം മാറ്റം വരുത്തുന്ന കാര്യമാണ് പറയുന്നത്. ഒരുപാട് ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന കാര്യം. ഒരു ഫോട്ടോയുടെ, രണ്ട് ഫോട്ടോകളുടെ ഒരു സ്ഥാനം മാറ്റിയാൽ പോലും നമ്മുടെ സാമ്പത്തികവും ഐശ്വര്യവും ഒക്കെ വർദ്ധിച്ചു വരും, സമ്പാദ്യങ്ങൾ വർദ്ധിച്ചു വരും. അപ്പോൾ അത് ചെയ്ത് നോക്കുക. നല്ല കാര്യമാണ്, നല്ലത് മാത്രം ഉണ്ടാകുന്ന കാര്യമാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമാണ്. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക, ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഞാൻ ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന നല്ല കാര്യങ്ങളാണ് പറയുന്നത്. ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങളത് ചെയ്യുന്ന രീതി പറയാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ല ചെയ്യാതിരിക്കുക, അതൊന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ ചുരുക്കി വാട്സപ്പ് ഇട്ടാൽ എനിക്കറിയാവുന്ന നല്ല കാര്യമാണ്, ഞാൻ പറഞ്ഞുതരാം. ഇതിന് അതിന് ഫീസോ കാര്യങ്ങളൊന്നുമില്ല. വിശകലനം ചെയ്യുന്നതിന് മാത്രമേ ഉള്ളൂ ഒരു നിശ്ചിത ഫീസ്. അത് ആവശ്യമുള്ളവർ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. അത് ആദ്യം പറയും, എന്നിട്ട് വർക്ക് എടുക്കത്തുള്ളൂ. പിന്നെ ഏതാ നാളെ ഫലം കിട്ടുമെന്നോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചിലർക്ക് പെട്ടെന്ന് ഫലം കിട്ടും, ചിലർക്ക് ചിലപ്പോൾ താമസമായിരിക്കും. പിന്നെ ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ നമ്മളൂടെ പ്രയത്നിക്കണം. പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പറഞ്ഞതേ ഉള്ളൂ. ഇനി വീഡിയോയിലേക്ക് വരികയാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാനെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതം മാറ്റണമെന്നില്ല. പലർക്കും പലതായിരിക്കും ചിലപ്പം വശപ്പെടുന്നത്. പിന്നെ ചില കാര്യങ്ങൾ ചിലർക്ക് വശപ്പെടും. അപ്പം നിങ്ങൾ ഏതായാലും ചെയ്തു നോക്കുക. നല്ല കാര്യമാണ്, നല്ലത് മാത്രം ഉണ്ടാകുന്ന കാര്യമാണ്. വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോഴേ നമ്മുടെ വീട്ടിൽ രണ്ട് ഫോട്ടോ, നിങ്ങൾ മുഴുവൻ കേൾക്കണം കേട്ടോ. ഞാൻ ഇന്ന് പറയുന്ന കാര്യം ഇതുവരെ പറയാത്ത ഒരു രീതിയാണ്, അതുകൊണ്ടാണ് മുഴുവൻ കേൾക്കണമെന്ന് പറഞ്ഞത്. ഞാനീ പറയാൻ പോകുന്ന ദേവതകളെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞതാണെന്ന് വിചാരിക്കാതെ പറയാത്ത ചില കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഒന്ന് മഹാലക്ഷ്മിയുടെ ഫോട്ടോ, രണ്ട് അയ്യപ്പൻ്റെ ഫോട്ടോ. ഇത് രണ്ടും ചില പ്രത്യേക സ്ഥാനത്ത് വെച്ച്, അതിൻ്റെ വലതു സൈഡും ഉണ്ട്, ഇടതു സൈഡും ഉണ്ട്. അതിൻ്റെ ഒരു സൈഡ് ഞാൻ പറയും. ആ സൈഡിൽ ഒരു ചെറിയ കാര്യം ചെയ്തു കഴിഞ്ഞാൽ സമ്പാദ്യങ്ങളൊക്കെ വർദ്ധിച്ചു വരാൻ ഉപകരിക്കും. അപ്പം ഇതുവരെ പറയാത്ത കാര്യമാണ്, അതുകൊണ്ട് അത് മുഴുവൻ കേൾക്കണം. അപ്പം ഞാൻ ഇപ്പം അയ്യപ്പൻ്റെ ഫോട്ടോ ഇതുപോലൊരു ചെറിയ ഫോട്ടോയാണ്. അയ്യപ്പൻ ഇരിക്കുന്ന ഫോട്ടോ, പുലിപ്പുറത്തല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നൊരു ഫോട്ടോ. പിന്നെ മഹാലക്ഷ്മിയുടെ ഫോട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ കാണിച്ചായിരുന്നു. അത് മഹാലക്ഷ്മിയുടെ ഒരു ചെറിയ ഫോട്ടോ. വലുത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, അത് സാമാന്യം ഒരു ഇടത്തരം ഫോട്ടോ അല്ലെ വലിയ ഫോട്ടോ, എങ്ങനെ എന്തായാലും കുഴപ്പമില്ല. മഹാലക്ഷ്മിയുടെ ഒരു ഫോട്ടോ കൂടെ. അപ്പോൾ അയ്യപ്പൻ്റെ ഈ ഫോട്ടോ ഇപ്പം നമ്മുടെ വീഡിയോ കണ്ട് പലരും വീടുകളിൽ വെക്കുന്നുണ്ട്. അതങ്ങനെ ഇരുന്നോട്ടെ, ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെറിയ ഒരു ഷെൽഫ് പോലെ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ഷെൽഫ് പോലോ, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ആണി അടിച്ചോ, അല്ലെങ്കിൽ ആശാരിമാരോട് അല്ലെ ഉണ്ടാക്കുന്നവരോട് പറഞ്ഞാൽ അവർ ഉണ്ടാക്കി തരും. ചെറിയൊരു ഭിത്തിയിൽ ഒരു ഫോട്ടോ വയ്ക്കാൻ ഇതുപോലെ ഉണ്ടാക്കി, അയ്യപ്പൻ്റെ ഫോട്ടോയും മഹാലക്ഷ്മിയുടെ ഫോട്ടോയും അതായത് പടിഞ്ഞാട്ട് ദർശനമാക്കി, നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞൊന്ന് തൊഴണം, പടിഞ്ഞാട്ട് ദർശനമാക്കി ഒരു ഷെൽഫ് പോലെ അടിച്ചിട്ട് അതേ വെക്കുക. ചെറിയ ഫോട്ടോ, ഇങ്ങനത്തെ ചെറിയ ഫോട്ടോ. അയ്യപ്പൻ്റെ വലിയ ഫോട്ടോ നമ്മൾ പറഞ്ഞ പോലെ വീടുകളിലൊക്കെ വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇരുന്നോട്ടെ. അതല്ലാതെ ഇത് വേറൊരു കാര്യമാണ് പറഞ്ഞു തരുന്നത്.
അപ്പോൾ അയ്യപ്പൻ്റെ ഇതുപോലെ ഒരു ഫോട്ടോയും മഹാലക്ഷ്മിയുടെ ഫോട്ടോ ഒരു ഷെൽഫ് പോലെ അടിച്ച്, ചെറിയൊരു ഷെൽഫ് പോലെ അടിച്ച ഭിത്തിയിൽ നിങ്ങൾ പടിഞ്ഞാട്ട് ദർശനമാക്കി വെക്കണം. നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞെന്ന് തൊഴണം. എന്നിട്ട് ഈ അയ്യപ്പൻ്റെ ഫോട്ടോയുടെ 2 സൈഡ് കാണുമല്ലോ, വലത് സൈഡും ഇടത് സൈഡും. അതിലെ ഫോട്ടോയുടെ ഇടത് സൈഡിൽ ചെറിയൊരു ഡപ്പിക്കകത്ത് നിങ്ങൾ അയ്യപ്പസ്വാമിക്ക് ഒരു കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിച്ച് സമ്പത്ത് നൽകണമെന്ന് പറഞ്ഞിട്ട് ഒരു നാണയമോ 10 രൂപയോ 5 രൂപയോ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഡപ്പിക്കകത്ത് ഇടുക. നിത്യേന ചെയ്യുക. സാമ്പത്തികം അയ്യപ്പൻ്റെ ചെറിയ ഫോട്ടോയ്ക്ക് പടിഞ്ഞാട്ട് ദർശനമാക്കി വെച്ച് അതിൻ്റെ ഈ ഫോട്ടോയുടെ ഇടത് സൈഡിൽ, നിങ്ങളുടെ ഇടത് സൈഡല്ല, ഫോട്ടോയുടെ ഇടത് സൈഡിൽ, ഫോട്ടോയ്ക്ക് 2 സൈഡ് കാണുമല്ലോ, വലതും ഇടതും, ഫോട്ടോയുടെ ഇടത് സൈഡിൽ ചെറിയൊരു ഡപ്പിക്കകത്ത് 1 രൂപയോ 5 രൂപയോ 10 രൂപയോ 20 രൂപയോ 10 രൂപ 20 നോട്ടോ അല്ലെങ്കിൽ നാണയമോ എന്ത് വേണമെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ രാവിലെ അയ്യപ്പൻ്റെ ഫോട്ടോയ്ക്ക് ഒരു കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിച്ച് സമ്പത്ത് നൽകണമെന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പച്ചക്കർപ്പൂരമാണ് നല്ലത് കേട്ടോ. നിങ്ങൾ അയ്യപ്പൻ്റെ ഫോട്ടോയുടെ ഇടത് സൈഡിൽ ചെറിയ ഡപ്പി വെച്ച് ഈ നാണയമോ എന്താന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഇടുക. പണം വർദ്ധിച്ചു വരും. ഇത് ഒരു രഹസ്യ വിദ്യയാണ്, സത്യമായ കാര്യമാണ്. കാരണം അയ്യപ്പന് ചില ശക്തികളുണ്ട്. അതായത് ഇനി മഹാലക്ഷ്മിയുടെ കാര്യം പറയാം. മഹാലക്ഷ്മിയുടെ ഫോട്ടോ ഇതുപോലെ തന്നെ അയ്യപ്പൻ്റെ കൂടെ പടിഞ്ഞാട്ട് ദർശനമാക്കി വെച്ച് നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞെന്ന് തൊഴണം. അതിൻ്റെ മുന്നിൽ പച്ചക്കർപ്പൂരത്തിൽ ഒരു തട്ടത്തിൽ പച്ചക്കർപ്പൂരം വെച്ച് ഓം ശ്രീം ഹ്രീം ആയും കുബേരലക്ഷ്മിയായി കമലധാരിണ്യായി ധനാകർഷണ്യായി സ്വാഹ. ഈ മന്ത്രത്തിന് ഒരുപാട് ശക്തിയുണ്ട്. കാരണം ഞാൻ സത്യമായിട്ട് പറയുകയാണ്. കാരണം ഈ മന്ത്രം ജപിച്ച ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികം വരുന്നുണ്ട്. ഈ മന്ത്രം ജപിച്ച് 1 തവണയോ 3 തവണയോ ജപിക്കുക. അവിടെ പൈസ വെക്കണ്ട. ഈ മന്ത്രം ജപിച്ചാൽ മതി, തട്ടത്തിൽ കർപ്പൂരം കാണിച്ച്. മനസ്സിലായല്ലോ? അപ്പം പടിഞ്ഞാട്ട് ദർശനമാക്കി വെക്കണം. നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞ് തൊഴണം. ഇനി നിങ്ങളുടെ വീട്ടിൽ ഇപ്പം പടിഞ്ഞാട്ട് ദർശനമാക്കി വെക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ സൗകര്യം അനുസരിച്ച്, ഇനി നിങ്ങൾക്കൊരു ഷെൽഫ് അടിക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് വീട്ടിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വിശ്വാസത്തോടെ ഭക്തിയോടെ ചെയ്താൽ മതി, ഫലം ഉണ്ടാകും കേട്ടോ. ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും അതിസമ്പന്നരൊന്നുമല്ല, പാവപ്പെട്ടവരും ഉണ്ട്. ചെറിയ ഷീറ്റ് കൊണ്ട് പെരയടിച്ച് അല്ലെങ്കിൽ ടർപ്പാളിൻ കൊണ്ട് പെരയടിച്ച് അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അപ്പം നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്തു, അതിൻ്റെ അകത്തൊന്നും ഒരു കുഴപ്പമില്ല. ഏത് ദിക്കിലേക്ക് വേണേലും വയ്ക്കാം. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ നന്മ ഭഗവാനും അമ്മ ലക്ഷ്മി ദേവിയിലും ചെന്നാൽ മതി. നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അതിൻ്റെ അകത്തൊന്നും ഒരു തെറ്റുമില്ല കേട്ടോ. അത് മനസ്സിലാക്കുക. പിന്നെ പറ്റുന്നവർ ഇതുപോലെ ചെയ്യുക. ഇനി അയ്യപ്പസ്വാമിയുടെ ചില രഹസ്യങ്ങളുണ്ട്, അത് നിങ്ങളൊന്ന് അറിയണം. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അയ്യപ്പസ്വാമിക്ക് നമ്മളുടെ ജീവിതം മാറ്റാനുള്ള ശക്തിയുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം ഭൂമിയിൽ ജന്മമെടുത്ത ദൈവാംശങ്ങൾക്കൊക്കെ ഇപ്പം കൃഷ്ണൻ ജന്മമെടുത്തതാണ്, അയ്യപ്പൻ ജന്മമെടുത്തതാണ്. ഇപ്പം ഇങ്ങനെ ഈ ജന്മമെടുത്ത ദൈവാംശങ്ങൾക്കൊക്കെ നമുക്ക് നമ്മുടെ ദുരിതങ്ങൾ മാറ്റാൻ പ്രത്യേക ശക്തിയുണ്ട്. ഇപ്പം ചിലയിടത്ത് നിങ്ങൾക്ക് അറിയാവുന്നവർക്കറിയാം, ചില ഈ അപ്പൂപ്പൻ സങ്കല്പവും അങ്ങനെയൊക്കെ ചില ക്ഷേത്രങ്ങളും ചില ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പൂപ്പൻ സങ്കല്പം, അവരൊക്കെ ഒരു കാലത്ത് ജീവിച്ചിരുന്ന ചില ആത്മാക്കൾ, ജീവിച്ചിരുന്നവർ മരിച്ച് അവരെ ഒരു സ്ഥാനം കൊടുത്തിരുത്തി അവർക്കൊക്കെ ചില അസാധ്യ കാര്യങ്ങൾ സാധിച്ചു തരാനുള്ള ശക്തിയുണ്ട്. അതറിയാവുന്നവർക്കറിയാം. ഇപ്പം ചില ക്ഷേത്രത്തിൽ യക്ഷിയുടെ നട ചില വഴിപാട് ചെയ്താൽ പെട്ടെന്ന് കാര്യം നടക്കും. അപ്പോൾ യക്ഷി സങ്കല്പം എന്ന് പറഞ്ഞാൽ അവിടെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സങ്കല്പമായിരിക്കാം. അല്ലെങ്കിൽ ചില ക്ഷേത്രത്തിൽ രക്ഷസ് നടയിൽ ഒരു കാര്യം വെച്ചു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യം നടക്കും. അപ്പം ആ രക്ഷസും അവിടെ ജീവിച്ചിരുന്ന ആളുടെ സങ്കല്പമാണത്. അതിനൊക്കെ ചില ശക്തികളുണ്ട്. അതായത് ഭൂമിയിൽ ജനിച്ച ചില ദൈവാംശങ്ങൾക്ക് അവരെ സ്ഥാനം കൊടുത്ത് ആരാധിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം, എനിക്ക് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അങ്ങനെ. അതായത് തിരുവല്ല മുത്തൂർ ഒരു നാരായണപുരം എന്ന് പറഞ്ഞ അമ്പലമുണ്ട്. അവിടെ കൃഷ്ണനാണ് പ്രധാന പ്രതിഷ്ഠയെങ്കിലും കൃഷ്ണനൊരു വഴിപാട് കൊടുക്കണം. പക്ഷെ രക്ഷസിൻ്റെ അടുത്ത് ചെന്ന് പാൽപ്പായസം കൊടുത്തൊരു കാര്യം പറഞ്ഞാൽ അച്ചട്ട നടന്നിരിക്കും. അവിടെ രക്ഷസിന് പ്രത്യേക ശക്തിയാണ്. പക്ഷെ കൃഷ്ണനെ വഴിപാട് ചെയ്തിട്ടേ ചെയ്യാവുള്ളൂ. അതങ്ങനെ ചില രഹസ്യങ്ങളുണ്ട്. അങ്ങനെ എത്രയോ ആളുകൾ ഞാൻ പറഞ്ഞ് അവിടെ ചെന്ന് വഴിപാട് ചെയ്ത് എന്തെല്ലാം കാര്യങ്ങൾ നേടിയവരുണ്ടെന്നറിയോ. അസാധ്യ കാര്യങ്ങൾ, നടക്കാത്ത കാര്യങ്ങൾ നേടിയവരുണ്ട്. 5 വ്യാഴാഴ്ച പാൽപ്പായസം കരഞ്ഞ് പ്രാർത്ഥിച്ചവർക്കൊക്കെ പുള്ളി ആ രക്ഷസ് കാര്യം നടത്തി കൊടുത്തിട്ടുണ്ട്. അതൊരിപ്പം വലിയ പല കാര്യങ്ങളുമാണ്.
അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞാലും ജന്മമെടുത്തതാണ്, അവതാര പുരുഷനാണ്, ദൈവാംശമാണ്. അപ്പോൾ ഈ സ്വാമിയുടെ ചില രഹസ്യങ്ങളാണ് പറഞ്ഞത്. ശൈവ വിഷ്ണു, ശൈവ ശിവന്റെയും വിഷ്ണുവിൻ്റെയും ആ ചൈതന്യത്തിൻ്റെ, ആ രണ്ട് ചൈതന്യത്തിൻ്റെ ശക്തി അയ്യപ്പസ്വാമിയിലുണ്ട്. മാത്രമല്ല അയ്യപ്പസ്വാമി മഹാ തപസ്വിയാണ്. അത് മാത്രമല്ല അയ്യപ്പസ്വാമിയെ വിളിക്കുന്നവർക്ക്, ഭക്തിയോടെ വിളിക്കുന്നവർക്ക് സാമ്പത്തിക സ്ഥിരത, വലിയ സാമ്പത്തികം ഒക്കെ നൽകുക തന്നെ ചെയ്യും. കാരണം ഇപ്പം ശബരിമലയിലൊക്കെ വലിയ വലിയ ബിസിനസ്സുകാർ വന്ന് ഒരുപാട് പണം ശബരിമലയിലേക്കൊക്കെ ഇടുക. അത് എന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് അതുപോലെ അയ്യപ്പസ്വാമി കൊടുക്കുന്നതുകൊണ്ടാണ്. ഇതുപോലെ വലിയ സമ്പത്ത് നൽകുന്ന ചില ദേവതകളുണ്ട്. ഒന്ന് വെങ്കടാചലപതി, 2 ഗുരുവായൂരപ്പൻ, 3 അയ്യപ്പസ്വാമി, 4 ഏറ്റുമാനൂരപ്പൻ. പിന്നെ ഉണ്ട്, ഞാൻ ഓർത്ത 4 ദേവതകൾ ആരും പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ചോറ്റാനിക്കരയമ്മ. ഇങ്ങനെ കുറേ ദേവതാ സങ്കല്പങ്ങളുണ്ട്. വാരിക്കോരി പണം കൊടുക്കും. അതിലൊന്നാണ് അയ്യപ്പസ്വാമി. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പം ചില ദേവതകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. വലിയ ബിസിനസ്സുകാരും കോടീശ്വരന്മാരും ഇത് അറിയാവുന്നവരൊക്കെ ഇത് അങ്ങനെ അവരത് ആ ദേവതകളുടെ അനുഗ്രഹം കൊണ്ട് സമ്പത്ത് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ശബരിമലയിലേക്കൊക്കെ എല്ലാ വർഷവും വന്ന് വലിയ ബിസിനസ്സുകാരൊക്കെ അവർ ഓരോ വർഷവും കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ധനമാണ് അയ്യപ്പസ്വാമിക്ക് സമർപ്പിക്കുന്നത്. കാരണം അവർക്ക് അതുപോലെ വരുന്നുണ്ട്, ആ രഹസ്യം അവർക്ക് അറിയാം. അതുകൊണ്ടാണ്. പിന്നെ പല കടകളിലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, ഈ ഒരുപാട് വർഷങ്ങളായിട്ട് സാമ്പത്തിക സ്ഥിരമായിട്ട് നിൽക്കുന്ന പല കടകളിലും അയ്യപ്പൻ്റെ ഒരു ഫോട്ടോ പലപ്പോഴും ഉണ്ടാവും. അവർ ബിസിനസ് തകരത്തില്ല. പിന്നെ നമ്മളോട് ശ്രദ്ധിക്കണം, അത് വേറെ കാര്യം. പക്ഷെ കൂടുതൽ ആളുകളും തകരത്തില്ല, സാമ്പത്തികമായിട്ട് ഉയർന്നുകൊണ്ടേയിരിക്കും. അയ്യപ്പൻ്റെ ഒരു ഫോട്ടോയ്ക്ക് വിളക്ക് വെക്കുന്നുണ്ടായിരിക്കും, അല്ലെ അയ്യപ്പൻ്റെ ഒരു ഫോട്ടോയ്ക്ക് ലൈറ്റ് ഇടുന്നുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ നിങ്ങൾ നിരീക്ഷിച്ച് നോക്കുക. ഇങ്ങനെ അയ്യപ്പന് ചില രഹസ്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഈ കോട്ടയത്ത് ജോലി ചെയ്യുമ്പോൾ അന്നൊരു 3 കൊല്ലം ട്രെയിനിൽ വേണാടിലാണ് ട്രെയിൻ യാത്ര ചെയ്യുന്നത്. അപ്പോഴത്തേനും ഞാൻ ട്രെയിനെ വെച്ച് പരിചയപ്പെട്ട ഒരു ചേട്ടനുണ്ട്. അദ്ദേഹം ഒരു പശുവിനെയൊക്കെ വീട്ടിൽ പശുവിനെയൊക്കെ വളർത്തുന്ന പരിപാടിയുണ്ട്. ട്രെയിനെ വെച്ച് പരിചയപ്പെട്ടു. അപ്പം പുള്ളിയുടെ ജീവിതം എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. പുള്ളി ഈ കോട്ടയത്ത് കിടന്ന് വണ്ടി ഓടുക. കോട്ടയത്താണോ എറണാകുളത്താണോ എന്നറിയത്തില്ല. ഞങ്ങൾ എറണാകുളത്താണ് പുള്ളി. അപ്പം ഞങ്ങൾ കോട്ടയത്താണ് ഞാൻ കയറുന്നത്. അപ്പം പുള്ളിയുടെ വീട് തിരുവനന്തപുരം ഉണ്ടാണ്. അപ്പം ഇദ്ദേഹം ഈ വണ്ടി ഇങ്ങനെ ടാക്സി ഓടുകയാണ്. അപ്പോഴൊരു വലിയ കമ്പനിയിലെ ഒരു മാനേജർ ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ ഓട്ടം വിളിക്കുന്നു. ഇദ്ദേഹം ഓട്ടം പോകുന്നു. പിന്നെ ഈ മാനേജർക്ക് ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, സത്യസന്ധതയൊക്കെ ഇഷ്ടപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് ഓട്ടം വിളിക്കും. അങ്ങനെയായി ഇദ്ദേഹത്തെ ആ കമ്പനിയിൽ ഇദ്ദേഹത്തിന് ഒരു അവസരം വന്നപ്പം ആ കമ്പനിയിലേക്ക് താൽക്കാലികമായിട്ട് ഇദ്ദേഹത്തിനെ എടുത്തു. പിന്നെ അതിൻ്റെ ഓരോ ടെസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എഴുതി ഇദ്ദേഹം കമ്പനി സ്ഥിരപ്പെട്ടു. വലിയ ആനുകൂല്യങ്ങളും വലിയ സമ്പത്തുമായി അദ്ദേഹത്തിന്. അപ്പം അദ്ദേഹം അയ്യപ്പൻ്റെ വലിയ ഭക്തനാണ്. ഞാൻ ഇന്നും ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹവും അയ്യപ്പൻ്റെ വലിയ ഭക്തനാണ് അദ്ദേഹം. ഇങ്ങനെ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ അയ്യപ്പസ്വാമിക്ക് പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ അയ്യപ്പസ്വാമിയുടെ ഫോട്ടോയുടെ ഇടത് സൈഡിൽ നാണയങ്ങൾ, അല്ലെ ചില്ലറകൾ, അല്ലെ 10 രൂപ, അല്ലെ 20 രൂപ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഡപ്പിക്കകത്ത് ഇട്ടാൽ മതി. വലിയ സാമ്പത്തികം ഉണ്ടായി വരും. സ്വാമി എനിക്ക് സമ്പത്ത് നൽകണമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ പൈസ നിങ്ങൾ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിൽ കൊണ്ട് നിങ്ങൾ സമർപ്പിക്കണം. മനസ്സിലായില്ലേ? അത് എന്ന് സമർപ്പിക്കണമെന്ന് പറഞ്ഞുതരാം. അതിൻ്റെ അകത്തും ചില രഹസ്യങ്ങളുണ്ട്. മലയാള മാസത്തെ അവസാനത്തെ ശനിയാഴ്ച കൊണ്ട് സമർപ്പിക്കണം. മലയാള മാസത്തെ അവസാനത്തെ ശനിയാഴ്ച കൊണ്ട് സമർപ്പിക്കണം. അങ്ങനെ നിങ്ങൾ മാസം തോറും ആവർത്തിക്കാൻ നല്ലതാണ്. ഈ മലയാള മാസത്തെ അവസാനത്തെ ശനിയാഴ്ചക്ക് ഒരു പ്രത്യേകതയുണ്ട്. അന്ന് നിങ്ങൾ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ പോയി അയ്യപ്പന് ഇഷ്ട നിവേദ്യം എള്ളുപായസം, അല്ലെങ്കിൽ ത്രിമധുരം, അല്ലെ നെയ്വിളക്ക്, സമ്പത്ത് നൽകും കേട്ടോ. നെയ്വിളക്ക് എന്തായാലും ചെയ്യുക. പിന്നെ വേണമെങ്കിൽ ഭഗവാൻ ഇഷ്ട നിവേദ്യം നിങ്ങളെ ഈ സാമ്പത്തികം ഉണ്ടോ ചെയ്യുക. അത് വൈകുന്നപാട് ചെയ്യണം. വൈകുന്നപാട് പറ്റാത്ത രാവിലെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. മാസത്തിൽ 1 വീതം ആവർത്തിക്കണം. വലിയ അനുഗ്രഹങ്ങളും സമ്പത്തും ഉണ്ടായി വരും മലയാള മാസത്തെ അവസാനത്തെ ശനിയാഴ്ച. പിന്നെ ഞാൻ പലരോടും പറയാറുണ്ട്, ഇപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പം നിങ്ങൾ സാധാ ശനിയാഴ്ചകളിൽ വൈകുന്നപാട് അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രത്തിൽ കിട്ടുന്ന 15-20 രൂപയുടെ ഒരു നെയ്വിളക്ക് തെളിയിച്ച് സ്വാമിയോട് കരഞ്ഞ മനസ്സുകൊണ്ട് പറയുക. ഞാൻ പറഞ്ഞ് അങ്ങനെ ചെയ്തവർക്കൊക്കെ, എൻ്റെ കഴിവൊന്നുമല്ല, നമുക്കറിയാവുന്ന ഒരു കാര്യം, അനുഭവമുള്ള കാര്യം പറഞ്ഞു കൊടുത്തു. വിശ്വാസത്തോടെ ചെയ്തവർക്കൊക്കെ സ്വാമി സാമ്പത്തികം കൊടുത്തിട്ടുണ്ട്, ഒരു വഴി തുറന്നു കൊടുത്തിട്ടുണ്ട്. ഈ ജപ്തി വരെ, പിന്നെ ഞാൻ ഇന്നാൾ വീഡിയോ പറഞ്ഞായിരുന്നു, അങ്ങനെ ഉള്ളവർക്ക് വരെ പലരും സഹായിച്ച് അതൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട്.
എന്ന് വെച്ചാൽ നമ്മളങ്ങനെ ചെയ്യണമെന്നല്ല കേട്ടോ. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ നമ്മൾ അടയ്ക്കാൻ ബാധ്യസ്ഥരാ, നമ്മളത് അധ്വാനിച്ച് തന്നെ അടയ്ക്കണം. ചിലർക്ക് പിന്നെ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടോ അല്ലെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടോ ജോലി ചെയ്യാൻ പറ്റാത്തവർ അവർ ഒരു അയ്യപ്പസ്വാമിയുടെ കാര്യം പ്രാർത്ഥിച്ചാൽ മറ്റുള്ളവർ സഹായിച്ച് അങ്ങനെ പൈസ അടച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജപ്തിയൊക്കെ അങ്ങനെ മാറി ആധാരം കിട്ടിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ശനിയാഴ്ച വൈകിട്ട് സാധാ ശനിയാഴ്ചകളിൽ അയ്യപ്പസ്വാമിക്ക് നെയ്വിളക്ക് ക്ഷേത്രത്തിൽ കിട്ടുന്ന 15-20 രൂപയുടെ നെയ്വിളക്ക് മാത്രം തെളിയിച്ചാണ്. പിന്നെ മലയാള മാസം അവസാന ശനിയാഴ്ച നിങ്ങൾ ഈ മാറ്റി വെക്കുന്ന ഈ നാണയമോ നോട്ടോ ഒക്കെ അയ്യപ്പസ്വാമിക്ക് രാവിലെ വൈകിട്ടോ സമർപ്പിച്ച് ഒരു നെയ്വിളക്കൂടെ പ്രത്യേകം സമർപ്പിച്ച്, അല്ലെ നെയ്യോ നെയ്വിളക്കോ സാമ്പത്തികം ആവശ്യപ്പെടുക. പിന്നെ സ്വാമിക്ക് ഏതെങ്കിലും ഇഷ്ട നിവേദ്യം നിങ്ങളുടെ സാമ്പത്തികം ഉണ്ട് ചെയ്യുക. വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടാകും. ഈ സാധിക്കുന്ന പോലെ മാസത്തിൽ 1 വീതം ആവർത്തിക്കാൻ നല്ലതാണ്. അവനവൻ്റെ സൗകര്യം പോലെ ചെയ്യുക. ഈ അതുപോലെ തന്നെ ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഈ പിതൃപ്രീതി. അയ്യപ്പസ്വാമിക്ക് മലയാള മാസം അവസാനത്തെ ശനിയാഴ്ച രാവിലെ വൈകിട്ടോ നിങ്ങൾ നെയ്യ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അത് മാത്രം ചെയ്താൽ പോലും ശനി ദോഷം നിങ്ങളെ വിട്ടകലുമെന്നുള്ളതാണ്. അതിനകത്ത് കാര്യമുണ്ട്. മലയാള മാസത്തെ അവസാനത്തെ ശനിയാഴ്ച രാവിലെ വൈകിട്ടോ ഒന്നുകൂടെ പവർ കേട്ടോ. പിന്നെ വൈകിട്ട് പറ്റാത്ത രാവിലെ ചെയ്യുക. നെയ്വിളക്ക് സമർപ്പിച്ചോ അല്ലെ നെയ്യ് സമർപ്പിച്ചോ മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സാമ്പത്തികം കൊണ്ട് ഒരു നിവേദ്യം കൊടുക്കുക. നെയ്യ് സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. നെയ്യോ നെയ്വിളക്കോ സാമ്പത്തികം തന്നെ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുക. ശനിദോഷങ്ങൾ ബാധിക്കത്തില്ല. അതിനകത്ത് കാര്യമുണ്ട്. ഇപ്പം കണ്ടകശനി, ഏഴരശനി, ജന്മശനി, അഷ്ടമശനി ഇങ്ങനെയുള്ള ശനിദോഷങ്ങളാണ് ഒരു വ്യക്തി പിടിപെട്ട് കഴിഞ്ഞാൽ എന്തുണ്ടെന്ന് പറഞ്ഞാലും കുറെ അനുഭവിക്കേണ്ടതായിട്ട് വരാം. എന്നോടൊരാൾ ഒരു വീട് വെക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ അയാൾക്ക് അഷ്ടമശനിയാണ്. ഞാൻ പറഞ്ഞു അഷ്ടമശനി ഭൂമിയൊക്കെ വാങ്ങാം, പക്ഷെ വീട് വെക്കുന്നത് അത്ര ഗുണകരമാകണമെന്നില്ല, കുറച്ചുകൂടെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പം അദ്ദേഹം പറഞ്ഞു എനിക്കതിൽ വലിയ വിശ്വാസമൊന്നുമില്ല, ഞാനൊന്ന് ചോദിച്ചതിനുള്ള അഭിപ്രായം. ഞാൻ പറഞ്ഞു ശരി, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ അത് പിന്നീട് സാമ്പത്തിക പ്രശ്നങ്ങളെ പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്നതായിട്ട് ഞാൻ തന്നെ ആ അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെ ഈ ശനി ദോഷങ്ങൾക്ക് ചില പ്രത്യേകം. പിന്നെ ഏഴരശനി സമയത്താണ് നമുക്ക് ഈ ജോലി മാറേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. അപ്പൊ ആ സമയത്ത് ജോലി മാറിയാൽ പുതിയൊരു ജോലി ഉടനെ ശരിയാകണമെന്നില്ല. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പലരോടും പറയാറുണ്ട്, ഏഴരശനി സമയത്ത് ഒന്നുകിൽ നിങ്ങൾ ആ ജോലിയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക. നമുക്ക് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥനകൾ ചെയ്ത് തീർച്ചയായിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റും. ദൈവാധീനം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ആ ശനി കൂടുതൽ പിടികൂടുന്നത്. അപ്പം പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, നിങ്ങൾ ജോലിയിൽ നിന്ന് മാറുകയാണെങ്കിൽ ഉടനെ ചിലപ്പോൾ ഒരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ട് വരും. പിന്നെ അല്ലെ അതുപോലെ പ്രാർത്ഥനയും കാര്യങ്ങളും ഉള്ളവർക്ക് കുഴപ്പമില്ല. അല്ലാത്തവർ ചിലപ്പം നമുക്ക് പല ലോണും കാര്യങ്ങളും ഒക്കെ കാണും. എനിക്കും ഉണ്ട് ലോണും കാര്യങ്ങളും ഒക്കെ കാണും. അതൊക്കെ മുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ട എന്തോ ചെയ്യും. അതിന്റെ ബുദ്ധിമുട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ ഏഴരശനി സമയമാണെങ്കിൽ ഒരു ജോലി മാറ്റം അപ്പോൾ അത്ര ഗുണകരമാകണമെന്നില്ല. പിന്നെ ഈശ്വരാധീനം ഉള്ളവർക്ക് എപ്പം വേണമെങ്കിലും ജോലി മാറിയാലും ഒരു കുഴപ്പമില്ല. ദൈവാധീനം ഉള്ളവർക്ക് അതിനൊക്കെയുള്ള നല്ല വഴിപാടുകളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ മലയാള മാസം അവസാനത്തെ ശനിയാഴ്ച രാവിലെ വൈകിട്ടോ നെയ്യ് അല്ലെ നെയ്വിളക്ക് അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ശനിദോഷങ്ങൾ നിങ്ങളെ പിടികൂടുകയില്ല. നിങ്ങൾക്ക് ഏത് കാര്യവും അനുകൂലമായിട്ട് വരാൻ ഉപകരിക്കും. പിന്നെ ഈ കണ്ടകശനി സമയത്ത് നമ്മൾ പലപ്പോഴും വീട് വെക്കാനും ഒക്കെ പറ്റും, വാഹനം വാങ്ങാനും ഒക്കെ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കും. മംഗളകാര്യങ്ങൾ, കല്യാണം ഒക്കെ നടക്കാം. പക്ഷെ കണ്ടകശനി സമയത്ത് നടക്കുന്ന ഏതൊരു കാര്യവും നല്ലതായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നടന്നു എന്ന് കരുതി നമുക്ക് നല്ലതാകണമെന്നില്ല. ഇപ്പം വീട് വെച്ചെന്ന് കരുതി അതുകൊണ്ട് ചിലപ്പം കടം കയറിയ ഒരു വഴിയാകാം. അത് നമുക്ക് നല്ലതായിട്ട് വരണമെങ്കിൽ അയ്യപ്പ പ്രീതി ഏറ്റവും നല്ലതാണ്. അതിന് നിങ്ങൾ ഏറ്റവും നല്ലതാണ് സാധാ ശനിയാഴ്ചകളിൽ ഒരു മാസം 4 ശനിയാഴ്ച ഉണ്ടല്ലോ, രാവിലെ വൈകിട്ടോ അയ്യപ്പനെ വണങ്ങി അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി ഒരു നെയ്വിളക്കല്ലെ നെയ്യ് സമർപ്പിച്ച് സ്വാമിയോട് പ്രാർത്ഥിക്കുക. പിന്നെ ഞാനീ പറഞ്ഞ പോലെ വീട്ടിൽ നിങ്ങൾ ഒരു ഫോട്ടോ വെച്ച് ചെയ്യാവുന്നവർ ചെയ്യുക. പിന്നെ വീട്ടിൽ അയ്യപ്പസ്വാമിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ പ്രാർത്ഥിക്കുകയും പിന്നെ കർപ്പൂരം കത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്ത്രീകൾ അശുദ്ധിയുള്ള സമയങ്ങളിൽ പാടില്ല. സ്ത്രീകൾ അശുദ്ധിയുള്ള സമയങ്ങൾ ഒഴിച്ച് ബാക്കി സമയങ്ങളെ ചെയ്യാവുള്ളൂ. അശുദ്ധി ഉള്ളപ്പം പാടില്ല കേട്ടോ സ്ത്രീകൾ. അത് ശ്രദ്ധിച്ചോണം. ക്ഷേത്രത്തിൽ പിന്നെ പറയേണ്ട കാര്യമില്ല, അശുദ്ധിയുള്ള സമയങ്ങളിൽ ക്ഷേത്ര ദർശനം പാടില്ല, സ്ത്രീകൾ അറിയാമല്ലോ. അപ്പം ആ സമയങ്ങൾ ഒഴിച്ച് നമുക്ക് അയ്യപ്പ ക്ഷേത്രത്തിൽ പോകാം, വീട്ടിലെ അയ്യപ്പസ്വാമിക്ക് ഒരു കർപ്പൂരം കത്തിക്കാം, ദിവസം പണം വെക്കാം. അശുദ്ധി ഉള്ളപ്പോൾ സ്ത്രീകൾ ആ സമയങ്ങൾ ചെയ്യണ്ട. മനസ്സിലായില്ലേ? അപ്പം വീട്ടിലുള്ള പുരുഷന്മാർക്ക് ചെയ്യാമല്ലോ. അപ്പോൾ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി, ജന്മശനി ഇങ്ങനെയുള്ള പ്രശ്നം ഈ ശനി പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ ഒരു വിടുതലുണ്ടാകും. ഈ ബിസിനസ്സുകാർക്കൊക്കെ ഈ സാധാരണക്കാരെക്കാട്ടും കൂടുതൽ പ്രശ്നങ്ങളുള്ളവരാണ് ബിസിനസ്സുകാർ.
നമ്മൾ ഈ സിനിമയിൽ മാത്രമേ ഉള്ളൂ ഈ പണക്കാരെ അല്ലെ ബിസിനസ്സുകാരെ ഒക്കെ ഈ അബദ്ധങ്ങൾ ചെയ്യുന്നതും മണ്ടന്മാരായിട്ട് ചിത്രീകരിക്കുന്നത്. അങ്ങനെയല്ല. ശരിക്കും ജീവിതത്തിൽ ബിസിനസ്സുകാരല്ലേ പണക്കാരൻ നമ്മളെക്കാട്ടി ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ടാണ് അവർ വലിയ ബിസിനസ്സുകാരായത്. മറ്റുള്ളവർ ചിന്തിക്കുന്നതുകൊണ്ടാണ് അവർ വലിയ പണക്കാരാകുന്നത്. അവർ ബുദ്ധിയുള്ളവരാണ് സാധാരണക്കാരെക്കാട്ടിലും. അപ്പം ഈ ബിസിനസ്സുകാരല്ലെങ്കിൽ വലിയ സമ്പന്നരായിട്ടുള്ളവർ അവരെ ശനി പിടിക്കാറുണ്ട്, അവർക്കും പ്രശ്നങ്ങൾ വരാറുണ്ട്. പക്ഷെ അവര് അയ്യപ്പസ്വാമിയെ, ഒന്നുകിൽ ഗുരുവായൂരപ്പൻ, അല്ലെ വെങ്കടാചലപതി, അല്ലെ അയ്യപ്പസ്വാമി, അല്ലെ ഏറ്റുമാനൂരപ്പൻ, അല്ലെ സർപ്പക്ഷേത്രങ്ങളിൽ ഇങ്ങനെയുള്ള ദേവതകളെ പിടിക്കുന്നതിന്റെ കാര്യം ശനി പിടിച്ചാലും ഒരു കുഴപ്പമില്ല. അവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, വലിയ വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനെയൊക്കെ നിഷ്പ്രയാസം അതിജീവിക്കാൻ അവർക്ക്, ഇപ്പൊ ഞാൻ അയ്യപ്പസ്വാമിയുടെ കാര്യം പറയുന്നതുകൊണ്ട് സ്വാമിയെക്കുറിച്ച് പറഞ്ഞുതരാം. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം വലിയ ഉപകരിക്കും. അതുകൊണ്ടാണ് ശബരിമലയിൽ ഓരോ വർഷം കഴിയുന്തോറും ആളുകൾ കൂടി വരുന്നു. തമിഴ്നാട്ടിൽ നിന്നൊക്കെ അതിസമ്പന്നർ വന്ന് അവർ ഓരോ വർഷം കൂടുന്നതോറും കൂടുതലാണ് സ്വാമിക്ക് സമർപ്പിക്കുന്ന ധനമെല്ലാം. കാരണം അവർക്ക് അതുപോലെ പ്രതിസന്ധികൾ ഇല്ലാഞ്ഞിട്ടല്ല, ശനിദോഷങ്ങൾ പിടികൂടാത്തത് കൊണ്ട് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സമ്പത്ത് ഇഷ്ടം പോലെ വന്നുകൊണ്ടേയിരിക്കും. അതാണ് അതിന്റെ രഹസ്യം. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, അതാണ് അതിന്റെ രഹസ്യം. അപ്പൊ അയ്യപ്പസ്വാമിയെ നമ്മൾ വിളിക്കേണ്ട രീതിയിൽ വിളിച്ചാൽ, ഞാൻ ചില പ്രത്യേക ദിവസങ്ങളിൽ സ്വാമിയെ വണങ്ങണമെന്ന് പറഞ്ഞു, സ്വാമിയെ വണങ്ങുന്ന ചില സ്വാമിയുടെ രഹസ്യങ്ങൾ പറഞ്ഞു തന്നു. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങളും ഈ ശനിയുടെ പിടുത്തത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. മാത്രമല്ല, ഈ ശനി പിടിക്കുമ്പോഴാണ്, ഇപ്പൊ ശനി ഒരു 7.5 ശനി സമയത്താണ് വാഹനം ശ്രദ്ധിക്കണം. കണ്ടകശനിക്ക് ശ്രദ്ധിക്കണം. പക്ഷെ ഞാൻ കൂടുതലും കണ്ടിരിക്കുന്ന 7.5 ശനി സമയത്താണ്. കാരണം 7.5 ശനി സമയത്ത് മനസ്സിനെ കാർന്ന് തിന്നുന്ന പോലുള്ള അനുഭവങ്ങളാണ്. ശ്രദ്ധ മനസ്സിന്റെ പോവും. അങ്ങനെയാണ് ഈ കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്ന വാഹനമൊക്കെ തട്ടും മുട്ടും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ 7.5 ശനി സമയത്ത് നമ്മൾ ഒരു അപകടം നടന്നെന്ന് വിചാരിച്ചു, നമ്മൾ വീണ് നട്ടലിൽ അല്ലെ നട്ടലിന് പരിക്ക്, ഇത് ജീവിതം മുഴുവൻ അലട്ടും. മനസ്സിലായില്ലേ? അതാണ് ഈ ദോഷ സമയങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ. പക്ഷെ നമുക്ക് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ 7.5 ശനി സമയത്താണേലും ഒരു തട്ടും മുട്ടും നടക്കത്തില്ല. എന്തെങ്കിലും ഒരു ചെറിയ തട്ടും മുട്ടും ഉണ്ടായപ്പോലും നമുക്കത് സാരമായി ബാധിക്കത്തില്ല എന്നുള്ളതാണ്. അതുപോലെ 7.5 ശനി സമയത്ത് സാമ്പത്തിക തട്ടിപ്പുകളിൽ പോയി ചാടും. 7.5 ശനിയും കണ്ടകശനിയും ഒക്കെ. നമ്മൾ ജന്മശനി സമയത്ത് ഒരു ബിസിനസ് തുടങ്ങിയാൽ പലപ്പോഴും അത് പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ ശനി അനുകൂലനായിരിക്കണം, അല്ലെങ്കിൽ ഈശ്വരാധീനം വേണം, അല്ലെ ഏതെങ്കിലും തരത്തിലുള്ള നന്മ, ദൈവാനുഗ്രഹം, മുൻജന്മ പുണ്യം വേണം, അല്ലെങ്കിൽ സാധ്യത കൂടുതലാണ്. ശനി ജാതകത്തിൽ അനുകൂലമായിട്ട് നിൽക്കുവാണെങ്കിൽ ഗുണം ചെയ്യത്തുള്ളൂ. ശനി ജാതകത്തിൽ പ്രതികൂലം കൂടിയാണെങ്കിൽ ഈ ജന്മശനി സമയത്തൊക്കെ പുതിയൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ പൈസ മുഴുവൻ പോകുന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ അയ്യപ്പസ്വാമിയുടെ പ്രീതി ഒരു പരിധി വരെ ശനിയുടെ പിടുത്തത്തിൽ നമ്മൾ രക്ഷിക്കും. മാത്രമല്ല, നമുക്ക് സാമ്പത്തിക സ്ഥിരത, സമ്പത്ത് വർദ്ധിച്ച് വലിയ സാമ്പത്തികത്തിലേക്ക് വരും. നമ്മുടെ ജീവിതത്തിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണമെന്ന് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അയ്യപ്പസ്വാമിയെ വിളിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അല്ലാതെ ഞാനിപ്പം അയ്യപ്പസ്വാമിയുടെ ഫോട്ടോ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തില്ല. അതിന്റെ പുറയിലുള്ള രഹസ്യങ്ങൾ, അതിന്റെ സീരിയസ്നെസ് മനസ്സിലാകുമ്പോഴേ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണണമെന്ന് പറഞ്ഞതിന്റെ കാര്യം. ഇനിയും പിതൃപ്രീതി. ഈ പിതൃപ്രീതി വലിയൊരു ഘടകമാണ്. പിതൃപ്രീതി ഉള്ളവർക്ക് ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും. 1000 ഹോമങ്ങൾ ചെയ്താൽ പോലും കിട്ടാത്ത ഫലം പിതൃക്കളുടെ പ്രീതി കൊണ്ട് കിട്ടും. പിതൃക്കൾ ഈശ്വര തുല്യർ തന്നെയാണ്. നമ്മുടെ കുടുംബത്തിൽ ജീവിച്ചിരുന്ന് മരണപ്പെട്ടു പോയ ആത്മാക്കൾ അവർ ഈശ്വര തുല്യർ തന്നെയാണ്. അവർക്ക് മോക്ഷം കിട്ടുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ എല്ലാ ഉയർച്ചകളും കിട്ടുന്നത്. പിതൃപ്രീതി അല്ലെങ്കിൽ വീട്ടിൽ കലഹം, ദുരിതങ്ങളെ, സാമ്പത്തിക ദുരിതങ്ങളെ, എല്ലാ സർവത്ര പ്രശ്നങ്ങളായിരിക്കും. എന്ത് ചെയ്താലും ഒരു ഉയർച്ചയില്ലായിരിക്കുക. പിള്ളേർ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന പിള്ളേരെ കൊണ്ട് തന്നെ ദുരിതമായിരിക്കും. പിന്നെ ഭാര്യയും ഭർത്താവും കലഹം, എന്ത് തൊഴിൽ ചെയ്താലും രക്ഷപ്പെടാതിരിക്കുക, കടം കയറി ഒരു വഴിയാകുക, ഇതൊക്കെ പിതൃപ്രീതി ഇല്ലാതെ വരുമ്പോൾ ചില കാര്യങ്ങളാണ്. ലക്ഷങ്ങൾ മുടക്കി പിതൃപ്രീതിക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഞാൻ പറയുന്ന ലളിതമായ കാര്യമേ പറയത്തുള്ളൂ. ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യം, പൗർണമി ദിവസം, വെളുത്തവാവ് പൗർണമി ഒന്ന് തന്നെയാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പം വെളുത്തവാവ് അല്ലെ പൗർണമിയുടെ ഒന്ന് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി അമ്മയ്ക്കൊരു പായസം, അമ്മയ്ക്ക് ഇഷ്ടമുള്ള പായസം, അതായത് അവിടെ അമ്മയ്ക്ക് ഏറ്റവും പ്രിയമുള്ള പായസം. ഇപ്പം പുത്തൻകാവിലമ്മയ്ക്കാണെങ്കിൽ അമ്മയ്ക്ക് കടുംപായസം ഇഷ്ടമാണ്, അറുനാഴി പായസം ഇഷ്ടമാണ്. അപ്പം സാമ്പത്തികം കൊണ്ട് ഒരു അറുനാഴി പായസം കഴിക്കുക, അല്ലെങ്കിൽ ഒരു കടുംപായസം കഴിക്കുക. പൗർണമി ദിവസം ചെയ്യുക. പിതൃപ്രീതി അപ്പോഴേ ഉണ്ടായി വരും. അമ്മയോട് നിങ്ങൾ മനസ്സ് ഭക്തിയോടുകൂടി വേണം ചെയ്യാൻ. അതുപോലെ അമ്മയോട് പ്രാർത്ഥിക്കണം.
അത് നിങ്ങളുടെ അടുത്തുള്ള ഏത് ഭദ്രകാളി ക്ഷേത്രത്തിലും ചെയ്യാം. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇത് പൗർണമി ദിവസം ദേവിക്ക് പായസം സമർപ്പിക്കണം. അത് കടും പായസമോ അറുനാഴി പായസമോ ദേവിയുടെ ഇഷ്ടമുള്ള പായസമോ ഒക്കെ ചെയ്യാം. അതിനനുസരിച്ച് ബലം കൂടും. നമുക്കിപ്പം അറുനാഴി പായസത്തിന് ഇപ്പോൾ 900 രൂപയാണ്, കടും പായസത്തിന് 50 രൂപയാണ്. നമ്മുടെ സാമ്പത്തികം പോലെ ചെയ്താൽ മതി. നമുക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാം. വലിയ അനുഗ്രഹം ഉണ്ടായി വരും, ഒരു സംശയം വേണ്ട. അത് നമുക്ക് ഇപ്പോൾ 1 മാസം ചെയ്തു, പിന്നെ നിങ്ങൾക്ക് പറ്റുമ്പോൾ 6 മാസത്തിലൊരിക്കൽ ചെയ്താലും മതി. ഇനിയും കടുംപായസമാണ് മാസത്തിൽ 1 വീതം ചെയ്യാം. അറുനാഴിയാണെങ്കിൽ ഒരു 4 മാസത്തിലോ അല്ലെ 3 മാസത്തിലോ അല്ലെ 6 മാസത്തിലോ ഒരിക്കൽ ചെയ്താലും മതി, പൗർണമി തോറും. ഇനി കടുംപായസമാണ് മാസം തോറും പൗർണമിക്ക് ചെയ്യാം. നിങ്ങളുടെ സൗകര്യം പോലെ, നിങ്ങളുടെ സാമ്പത്തികം പോലെ, നിങ്ങളുടെ മനസ്സ് പോലെ നിങ്ങൾക്ക് ചെയ്യാം. പെട്ടെന്ന് പിതൃപ്രീതി ഉണ്ടാവുന്നതാണ്. ആ കുടുംബമേ രക്ഷപ്പെടും. മക്കളൊക്കെ പോയി നല്ല നിലയിൽ വരും. വീട്ടിലെ കലഹങ്ങൾ മാറും, സമ്പത്തുണ്ടാകും, ധാരാളം ഭൂമിയൊക്കെ വാങ്ങും, ദുരിതങ്ങൾ മാറും, സമാധാനത്തോടെ സന്തോഷത്തോടെ സമൃദ്ധിയോടെ എല്ലാം നല്ല രീതിയിൽ ജീവിക്കാനും തൊടുന്നതെല്ലാം വിജയങ്ങളാകാനും ഒരു സുഹൃതമായ ജീവിതം ഉണ്ടായി വരുമെന്നുള്ളതാണ്. അപ്പം എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാം ദിവ്യമായ അറിവുകളാണ്, നല്ല കാര്യങ്ങളാണ്. എല്ലാവരെയും അത് പ്രയോജനപ്പെടട്ടെ. നിങ്ങളിതൊക്കെ ആവശ്യമുള്ളത് എഴുതി വെക്കുക. നിങ്ങൾക്കിത് പിന്നീടാണെങ്കിലും ചെയ്യാം. ഈ വീഡിയോ ഇതൊക്കെ പിന്നീട് ഇനി കിട്ടണമെന്നില്ല. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. പിന്നെ ആവശ്യമുള്ളവർ ഇപ്പം തൊട്ട് ചെയ്തു തുടങ്ങുക. അവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകും. ഓം നർപ്പവി നർപ്പവി നർപ്പവി.